ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ആരാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, എനിക്ക് ഈ കാർഡൊന്നും നന്നായിട്ട് ഷഫിൾ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കൂ. ഓക്കെ ഓക്കെ അതായത് നിങ്ങളുടെ മനസ്സമാധാനം ഒരു സമയത്ത് കളഞ്ഞ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റക്നെസ് തന്ന, അത് കരിയറിന്റെ കാര്യത്തിലും നിങ്ങൾ സ്റ്റക്കായി പോയി, ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിലും സ്റ്റക്കായി പോയി, ഫിസിക്കൽ മെന്റലി എല്ലാ പരിപാടികളും ടോട്ടലി നിങ്ങൾക്കൊരു സ്റ്റക്നെസ് തന്ന. കാരണം ചിലപ്പോൾ ഈ വ്യക്തി തരുന്നത് നിങ്ങൾക്ക് മെന്റലി ഉള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങൾ എല്ലാത്തിലും കൂടി ഒരു ജീവിതത്തിൽ ഒരു സ്റ്റക്നെസ് പോലെ ഫീൽ ചെയ്തു. അത് ഈ ഒരു കാര്യം ടോട്ടലി നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വേണമെങ്കിൽ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ തന്ന, പിന്നെ എന്ത് കാര്യത്തിനും കമ്പയർ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത ഇത് കൊള്ളാലോ, അല്ലെങ്കിൽ അപ്പുറത്ത് അവര് കൊള്ളാലോ, ഇവര് കൊള്ളാലോ, അല്ലെങ്കിൽ അപ്പുറത്ത് ഇത് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ അകത്ത് അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, കുറച്ചും കൂടി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും ഒരു ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന, നിങ്ങൾ പല കാര്യത്തിനും നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കും, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കും, നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കൂ, ഇങ്ങനെ കണ്ടുപിടിക്കൂ, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ജീവിത ഉപദേശമൊക്കെ തന്ന് അന്ന് നൈസായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും അതായത് അവര് ചോദിക്കാതെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അത് നിങ്ങൾ സ്നേഹമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ടോട്ടലി നിങ്ങളുടെ ജീവിതത്തിലുള്ള സമയമായിരിക്കാം. ഏറ്റവും ഒരു മനുഷ്യന്റെ വിലപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമയം തന്നെയാണ്. ആ ഒരു സമയം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അങ്ങനെയൊക്കെ കൊടുത്ത ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിന് വലിയ, അതായത് ഈ ആളുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ആളുടെ ഒരു വിളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ബൂസ്റ്റ് കുടിച്ച പോലെ, ഹോർലിക്സും ബൂസ്റ്റൊക്കെ കുടിച്ച പോലെ ഭയങ്കര എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു സമയത്തുള്ള ഒരു പൂർണ്ണത ഈ വ്യക്തിയായിരുന്നു. നിങ്ങളുടെ കൂടെ ഫാമിലി ഉണ്ടാകാം, ഫ്രണ്ട്സ് ഉണ്ടാകാം, നിങ്ങളുടെ കൂടെ പല ആളുകളും ഉണ്ടാകാം, നിങ്ങൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ടാവും, പല കാര്യങ്ങളും. നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് എവിടെ എങ്ങനെ ഇരുന്നാലും ഈ ഒരാളുടെ അതൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആളുടെ പ്രസൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ആള് ഉണ്ട്, അല്ലെങ്കിൽ ആ ആളെ കാണാം, അല്ലെങ്കിൽ ആ ആളോട് സംസാരിക്കാം, അല്ലെങ്കിൽ ആ ആളുടെ ഒരു ഇതുണ്ട് എന്നുള്ള ഇത് നിങ്ങള് എന്താ പറയാ, നല്ല രീതിക്ക് നിങ്ങളൊരു എനർജി തരും, ജീവിക്കാനുള്ള ഒരു പ്രേരണ. അതിൽ കൂടി നിങ്ങൾക്ക് ഇപ്പൊ എന്താ, പല മേഖലകളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, അതെല്ലാം നിങ്ങൾ മറക്കും. ടോട്ടലി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുടെ ചെറിയ രീതിയിലുള്ള വിളി കൊണ്ട് ഇല്ലാതാവും. അങ്ങനെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വ്യക്തിയുടെ അടുത്തോട്ടായി. പക്ഷേ പുറമേ നിന്നുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റോ, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി കാര്യങ്ങളുടെ ഇൻവോൾവ്മെന്റോ, പുറമേ നിന്നുള്ള ആളുകളുടെയോ കുടുംബത്തിലെയോ ആളുകളുടെയോ ഒക്കെ തമ്മിലുള്ള ഈ കുളം കലക്കിയുള്ള പരിപാടികൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ ഇടച്ചിലുണ്ടാവാൻ തുടങ്ങി. അതായത് പ്രശ്നങ്ങൾ, വാക്കുതർക്കങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ പല കാര്യങ്ങളും പല വിധത്തിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവാൻ തുടങ്ങി, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. നിങ്ങളിൽ നിന്നും അവര് പതിയെ 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 അകൽച്ച പാലിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ വീണ്ടും അടുക്കാൻ നോക്കി, പിന്നെയും അകലാൻ നോക്കി. നിങ്ങൾ അടുക്കാൻ നോക്കും തോറും അതായത് നിങ്ങൾ രണ്ടുപേരും പഴയ പോലെയുള്ള ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊരു സ്പേസ് വന്നപ്പോൾ നിങ്ങൾ കൂടുതൽ അടുക്കാൻ നോക്കും തോറും ഇവര് നൈസായിട്ട് ഓടാൻ തുടങ്ങി. ഓടിയ വഴിക്ക് ഉസൈൻ ബോൾട്ട് പോലും ഇത്രയും സ്പീഡിൽ ഓടിയിട്ടില്ല. അത്രക്കുള്ള ഓട്ടക്കാരായി പോയി. ഓടിയ വഴിക്ക് പുല്ല് പോലും വന്നില്ല. അങ്ങനെയുള്ള ഓട്ടത്തിൽ ആയി. അങ്ങനെയുള്ള ആളുകളാണ് പിന്നെയും റിട്ടേൺ അടിച്ച് വരാൻ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജിന്റെ രൂപത്തിലാകാം, ഒരു ഫോൺ കോളിന്റെ രൂപത്തിലാകാം. അതുമല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു നേരിട്ടുള്ള കാഴ്ച കാര്യങ്ങളായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഇത് ചില ആളുകളുടെ ജീവിതത്തിൽ ഇത് വരും പോകും. വരും, ഈ കടലിലെ തിരമാല പോലെയാണ്. വരും, അപ്പൊ വരുമ്പോ എന്താണ്, നമ്മളുടെ അടുത്ത് സ്റ്റേ ആയിട്ട് നിൽക്കുമോ? കാരണം നിങ്ങൾ അത്രയും നാള് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന, അത്രയും നാള് നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ഹീലിംഗ് ഒക്കെ നടത്തി നല്ല രീതിക്ക് കൊണ്ടുപോയത്, നിങ്ങൾ ഈ ആളെ കാണുമ്പോൾ, സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറന്ന പോലെ അതൊക്കെ ഇവരെ കാണുമ്പോൾ മറക്കും. പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്തോട്ട് സ്റ്റേ ആവും. പിന്നെ എന്താ പറയാ, പിന്നെയും അതേ ഫോഴ്സിൽ തിരിച്ചു പോകും. എല്ലാവരും അല്ല കേട്ടോ, ഇതൊരു 40% ആളുകൾ അങ്ങനെയാണ്. എല്ലാവർക്കും അങ്ങനെയില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം വാക്ക് തർക്കങ്ങൾ, ഒരാൾ പറഞ്ഞ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, വേറൊരാൾ പറഞ്ഞ അതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. കോടതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾ, നിയമം കൈകാര്യം ചെയ്യുന്നവരോ, ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സണായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ നേരിടാൻ ആയിട്ടുള്ള പരിപാടി ഉണ്ടാവാം. അതായത് ഇപ്പം എന്താ പറയാ, ഡിവോഴ്സ് പരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങളോ എന്താണെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള പല പരിപാടികളുമാണ് വരുന്നത്. ഒരു ചർച്ച, കാര്യങ്ങൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. കാരണം ഒരു സമയത്ത് നല്ല രീതിക്ക് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തന്ന ആളാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിടയിലിട്ട് വേറെ ആളുകളുടെ ഇൻവോൾവ്മെന്റ് വന്നപ്പോഴാണ് നിങ്ങൾക്കും മനസ്സിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയതും, നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതും, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതും കാര്യങ്ങളൊക്കെ. ഓക്കെ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തേർഡ് പാർട്ടി ആവേണ്ട അവസ്ഥ വന്നു. പിന്നെ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 7 നമ്പറാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് അസ്ട്രോളജി പ്രകാരം വൈവാഹികപരമായിട്ടുള്ള ഭാര്യ, ഭർത്താവ്, അങ്ങനെയൊക്കെ ലൈഫ് പാർട്ട്ണർ, അതൊക്കെ 7 നമ്പറിനെ ഉൾക്കൊള്ളിക്കാം. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ കൊണ്ടുനടന്ന വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാരേജിലോട്ട് എത്തിക്കണമെന്നൊക്കെ വിചാരിച്ച ആളുകളായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം പഴയ കാര്യങ്ങളിലോട്ടുള്ള പരിപാടികൾ, പഴയ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴും ആ ആളുടെ മനസ്സിൻ്റെ അകത്തോട്ടും പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ പോയയിടത്തു നിന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റിസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ദൈവം തന്നെ എന്തെങ്കിലും പണികളൊക്കെ കൊടുക്കുന്നുണ്ടാവും. നേരത്തെ എന്താണോ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് വന്നത്. ദൈവം തന്നെ എന്തെല്ലാം പണികൾ കൊടുക്കുന്നുണ്ടാകാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണ് വന്നത്. യൂണിവേഴ്സിന്റെ ഒരു ഇടപെടലുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇവിടെ ഒരു കാർഡ് എടുക്കാം അല്ലേ? ഓക്കെ, അതായത് നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റക്നെസ് തന്ന ആളൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിന് സ്ട്രെങ്ത് തന്ന, നിങ്ങളുടെ ജീവിതത്തിന് പല കാര്യങ്ങളും, അതായത് നമ്മൾ ചില കാര്യങ്ങൾ ഒരു
ഇപ്പൊ നമ്മൾ സ്കൂളിൽ കോളേജുകളിലൊക്കെ പോവുകയാണെങ്കിൽ ആ പാഠ്യ ബുക്കിന് അനുസൃതമൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഈ പാഠപുസ്തകം അല്ലെങ്കിൽ ബുക്കിലില്ലാത്ത പല കാര്യങ്ങളും ലോകത്തുണ്ട്. അപ്പൊ അതൊരു എക്സാമ്പിൾ പറയുകയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും, പല കൈപ്പേറിയ കാര്യങ്ങളും, പല കൈപ്പേറിയ സത്യങ്ങളും, പല വിധത്തിലുള്ള എങ്ങനെ ജീവിതത്തിനെ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകാം, ഒറ്റയ്ക്ക് എങ്ങനെ ഇതാക്കാം, പല പരിപാടികളും പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണ്. പല പാഠങ്ങൾ. കാരണം നിങ്ങൾ ഒരു ആളെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ആളറിഞ്ഞ് സഹായിക്കണമെന്നൊക്കെ പറയില്ലേ, ആളും തരവും കണ്ടറിഞ്ഞ് സഹായിക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇല്ലേ. അത് നിങ്ങളെ ശരിക്കും പഠിപ്പിച്ചു തന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണെന്ന് ഞാൻ പറയും. എനിക്കുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ആ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടും വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും നിങ്ങൾ ആളറിഞ്ഞ് പല കാര്യങ്ങളും ജീവിതത്തിൽ, പല ലെസൺസും, പല പാഠ്യങ്ങളും, പല വിധത്തിലുള്ള കാര്യങ്ങളും, പല സിറ്റുവേഷൻസും, നിങ്ങളുടെ കൂടെ ആര് നിൽക്കും, നിങ്ങളുടെ കൂടെ ആര് നിൽക്കില്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾ എവിടെയൊക്കെ പോകണം, ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരും ഒരു ഉപദേശം തരും, എൻ്റെ കൂടെ ആര് നിൽക്കും, ഞാൻ ആരെ വിശ്വസിക്കണം, ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടി നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു അധ്യാപക പരിപാടി ഇല്ലാതെ നിങ്ങൾ പഠിച്ചു. പല സന്ദർഭങ്ങളുമാണ്, നമ്മളെ ജീവിത സാഹചര്യങ്ങളുമാണ് ഒരു മനുഷ്യനെ നല്ല രീതിക്ക് പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങളെ നല്ല രീതിക്ക് ടോട്ടലി പഠിപ്പിച്ചിട്ടുണ്ട്. മെന്റലി പഠിപ്പിച്ചു, ഫിസിക്കലി ഉള്ള പരിപാടികൾ പഠിപ്പിച്ചു. മനസ്സിലായോ? ടോട്ടലി നിങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. അതൊക്കെ നിങ്ങൾ മറ്റൊരാളുടെ ഒരു ഇതില്ലാതെ സ്വന്തമായിട്ട്, ചില ആളുകൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകിപ്പോയി, പക്ഷെ അവിടെ നിന്ന് റിക്കവേർഡായിട്ട് വരുന്നുണ്ട്. ചില ആളുകൾ പിടിച്ചു നിന്നു. ചില ആളുകൾ പുറത്ത് ഒന്നും കാണിക്കാതെ ഉള്ളിൽ കരഞ്ഞ് പിടിച്ചു നിന്നു. ചില ആളുകൾക്ക് അത് ഒരു, ഞാൻ കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ സ്നേഹിച്ചു, ഇത്രയും വിഷമങ്ങളുണ്ടായി, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായി, അതൊരു വിങ്ങലായി നിന്ന് അത് വൈരാഗ്യം പോലെ വരാൻ തുടങ്ങി. അങ്ങനെയും കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് അവസാനം നിങ്ങൾ ദൈവത്തിലോട്ട് അർപ്പിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം കൂടെ നിന്നിട്ട് ഇത്തിരി ഇങ്ങനെ പണിയൊക്കെ തന്നിട്ടുള്ള ആള് ആണ് ഈ കടന്നു വരുന്നതിൻ്റെ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ മച്ചമ്പി. അങ്ങനത്തെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ വന്നു കഴിയുമ്പോൾ എന്താണ് വരുന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ, വീണ്ടും എന്നോട് ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുമോ, വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇനിയും ഈ ബന്ധം വേണമോ, അല്ലെങ്കിൽ ഇതൊരു പ്യൂരിറ്റി ആയിട്ടുള്ള ബന്ധമാണോ. ഒരു മനുഷ്യന് പ്യൂരിറ്റി ആയിട്ട് നല്ല രീതിയിൽ വരുവാണ്, ഒരു കമ്മിറ്റ്മെന്റ് തരാൻ വരുവാണ്, എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു വരുവാണെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. അല്ലാതെ പിടിച്ചതിലും വലുതാണ് അളയിലിരിക്കുന്ന എന്നുള്ള രീതിയിലാണ് വരുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ്. കാരണം ഇതൊരു ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിലോ നിങ്ങളെ കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും കഥയും കവിതയൊക്കെ പറയാനോ ഉള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ പുതിയ ബന്ധത്തിനെ സൂചിപ്പിക്കുന്നത് ഈ പറയുന്നത് പോലെ പുതിയൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, പുതിയൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു വൈവാഹികപരമായിട്ടുള്ള കാര്യത്തിലോട്ട് എത്തിച്ചേരുന്നതാണ്. അത് നിങ്ങൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു ടച്ച്. ചില കാര്യത്തിന് പ്രകൃതി നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് പറയില്ലേ, ചില കാര്യത്തിന് പ്രകൃതി നമ്മൾക്ക് പോസിറ്റീവ് റിസൾട്ട് തരും. അത് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടും പല രീതിയിൽ. അപ്പൊ അത് താൻ പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ തരാൻ യൂണിവേഴ്സ്, പ്രപഞ്ചം, പ്രകൃതി റെഡിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് മാറ്റുക. പിന്നെ ഈ പഴയ മച്ചമ്പിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക. മനസ്സിലായോ?
അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇനി പഴയതും വേണ്ട പുതിയതും വേണ്ട, ഇപ്പൊ കമന്റ് വരും എനിക്ക് പുതിയതും വേണ്ട പഴയതും വേണ്ട, അതൊക്കെ അവനവന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വന്നാലും ഇപ്പൊ വീഡിയോയിൽ കൂടി നിങ്ങൾ എൻ്റെ റീഡിങ് കണ്ടാലും എനിക്ക് ഉള്ളത് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്തത് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? സത്യമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമമാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ടുള്ളതേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരാളെ അങ്ങനെ മാങ്ങ വരും ചക്ക വരും തേങ്ങ വരും അങ്ങനെ അതിൽ കൂടി ഇപ്പൊ ഇന്ന് ഇതിൽ കൂടി ഇത് വരും, അതൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റൂല. എന്നെ കൊണ്ട് ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് ഇപ്പൊ റീഡിങ്ങിന് വന്നാലും ഉള്ളത് എന്താണോ അതങ്ങോട്ട് പറയും. എന്താണ് തേർഡ് പാർട്ടി കണക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയും. വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതും പറയും. ഇപ്പൊ വീഡിയോയിലാണെങ്കിൽ അത് തന്നെ പറയും. ചിലർക്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം ഉണ്ടാവും. പക്ഷെ ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ, ഉള്ളത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആവുന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.